എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ഇത് സ്മൃതി പരുത്തിക്കാടാണ്. നിങ്ങൾക്കറിയാം. പക്ഷേ സ്മൃതി പരുത്തിക്കാട് എന്താണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോൾ കേൾക്കുക തന്നെ വേണം. പറയൂ. എവിടെ 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 സോറി എന്തത് സർക്കാർ ഹൈക്കോടതിയിൽ നിലപാട് ആവർത്തിക്കുകയാണ് അഡ്വക്കേറ്റ് ജനറൽ. കേട്ടില്ല. ബോർഡിൽ മുസ്ലിമെതിരെ ഉൾപ്പെടുത്താൻ തയ്യാറാണെന്ന സർക്കാർ ഹൈക്കോടതിയിൽ നിലപാട് ആവർത്തിക്കുകയാണ് അഡ്വക്കേറ്റ് ജനറൽ ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, ഇതിപ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് എടുത്ത നിലപാട് ആവർത്തിക്കുകയാണെന്ന് വേണ്ടേ കരുതാൻ? ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ എടുത്ത നിലപാട് ആവർത്തിക്കുകയാണെന്ന് വേണ്ടേ കരുതാൻ എന്നാണ് അപ്പുറത്ത് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളോട് സ്മൃതി പരുത്തിക്കാട് ചോദിക്കുന്നത്. അതിന്റെ അർത്ഥം VD സതീശ മേനോൻ ഇവിടുത്തെ വഖഫ് ബോർഡില് രണ്ട് അമുസ്ലിങ്ങൾ സോറി സഖാവ് പിണറായി വിജയൻ ഇവിടുത്തെ വഖഫ് ബോർഡില് രണ്ട് അമുസ്ലിങ്ങളെ, മുസ്ലിങ്ങളല്ലാത്ത രണ്ടാൾക്കാരെ, മിക്കവാറും സൊക്കോളുടെ സംഖ്യകളായിരിക്കും, രണ്ടുപേരെ നിശ്ചയിക്കാം, രണ്ടുപേരെ അതിൽ ഉൾപ്പെടുത്താമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അതേ വാദം തന്നെ വീണ്ടും VD സതീശ ഗവൺമെന്റ് അവിടെ ആവർത്തിക്കുന്നു എന്നാണ് നമ്മുടെ സ്മൃതി പരുത്തിക്കാട് പറയാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് വ്യക്തമായോ? വഖഫ് ബോർഡിലേക്ക് അത് നിശ്ചയിക്കുന്നതിലേക്ക് രണ്ട് ഇതര മതത്തിലെ ആളുകൾ കൂടി വേണമെന്ന് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? മുസ്ലിങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കുന്ന വഖഫ് ബോർഡിലേക്ക് രണ്ട് മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ കൂടി ആ ബോർഡിൽ വേണമെന്നാണ് കേന്ദ്ര നിയമം ഉണ്ടാക്കപ്പെട്ടിടുന്നത്. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിനോടും അത് ഒരു ബോർഡ് നിയമിക്കാൻ പറയുന്നു. ആ ബോർഡ് നിയമിക്കാൻ പറഞ്ഞ സമയത്ത് സഖാവ് പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് രണ്ടുപേരെ നിയമിക്കാനുണ്ട്, ഞങ്ങളത് പതുക്കെ നിയമിച്ചു കൊള്ളാം, പെട്ടെന്നൊന്നും ഞങ്ങളത് നിയമിക്കൂല എന്നായിരുന്നു സഖാവ് പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നത്. എന്നാൽ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ സ്മൃതി പരുത്തിക്കാട് അടക്കമുള്ള മാധ്യമപ്രവർത്തകര് വാർത്തകൾ വായിക്കുകയാണ്. കഴിഞ്ഞ ഗവൺമെന്റ് പറഞ്ഞ അതേ കാര്യം വീണ്ടും ആവർത്തിക്കുകയല്ലേ കോടതിയിൽ ചെയ്തത് എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ രണ്ടുപേരെ നിയമിച്ചു എന്ന രീതിയിലാണ് വാർത്തകൾ വായിക്കുന്നത്. കേൾക്കുക. ബോർഡിൽ മുസ്ലിമെതിരെ ഉൾപ്പെടുത്താൻ തയ്യാറാണെന്ന സർക്കാർ ഹൈക്കോടതിയിൽ നിലപാട് ആവർത്തിക്കുകയാണ് അഡ്വക്കേറ്റ് ജനറൽ ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, ഇതിപ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് എടുത്ത നിലപാട് ആവർത്തിക്കുകയാണെന്ന് വേണ്ടേ കരുതാൻ? ഇപ്പോൾ മുസ്ലിമിതര അംഗങ്ങളുടെ കാര്യത്തിൽ അത് ഉൾപ്പെടുത്തിക്കൊള്ളാം എന്നതായിരുന്നല്ലോ നേരത്തെ പുറത്തു വന്ന വിവരം. അതേ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുന്നു എന്നാണ്. ഉൾപ്പെടുത്തിക്കൊള്ളാം, അതായത് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ അതിൽ ഉൾപ്പെടുത്തിക്കൊള്ളാമെന്ന് പിണറായി വിജയൻ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന രീതിയിലാണ് വാർത്ത അവതരിപ്പിക്കുന്നത്. ഇത് ശരിയാണോ? 100% തെറ്റാണ് സുഹൃത്തുക്കളെ. എന്തായാലും വാർത്ത അവതാരകൻ തന്നെ അതൊന്ന് പറയുന്നുണ്ടോ? കേൾക്കണേ. പറയുന്നത് ഇങ്ങനെയാണ്: വഖഫ് ബോർഡിൽ മുസ്ലിം കഴിഞ്ഞ സർക്കാർ പറഞ്ഞത് മുസ്ലിം ഇതര അംഗങ്ങളെ പിന്നീട് നിയമിക്കാമെന്ന കാര്യമാണ്. പക്ഷേ കണ്ടില്ലേ, കഴിഞ്ഞ ഗവൺമെന്റ് പറഞ്ഞത് മുസ്ലിം ഇതര ആൾക്കാരെ പിന്നീട് നിയമിക്കാം, ഇപ്പോഴില്ല, പെട്ടെന്നൊന്നില്ല, നിയമിക്കുമെന്ന് ഉറപ്പൊന്നും കൊടുത്തിട്ടില്ല. വേണമെങ്കിൽ വിശ്വാസയോഗ്യമായ 1-2 ആൾക്കാരെ വാർത്ത കൂടി നമുക്കൊന്ന് കേൾക്കാം. അല്ലാതെ വെറുതെ അങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇതാ നോക്കിക്കോളൂ. ഇതാ എന്താണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ സർക്കാർ ഈ വഖഫ് ബോർഡ് രൂപീകരിക്കുമ്പോൾ 2 സ്ഥാനം ഒഴിച്ചിട്ടു. കാരണം ആ രണ്ട് സ്ഥാനത്ത് പിന്നീട് ആളെ നിയമിച്ചു കൊള്ളാം എന്നാണ് കോടതിയിൽ പറയുന്നത്. നിയമിച്ചു കൊള്ളാം എന്ന് പറയുമ്പോൾ എന്തിനാണ് അങ്ങനെ? അത് എന്താണ്? ഈ പഴുത് മറികടന്നുകൊണ്ട് എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. 2 സ്ഥാനത്ത് ആളുകളെ പിന്നീട് നിയമിച്ചു കൊള്ളാം, ബാക്കിയുള്ളവരെ നിയമിച്ചുകൊണ്ട് വഖഫ് ബോർഡിന്റെ പ്രവർത്തനം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവണം. അതിവിടെ കൊടുത്തു, ശരിയാണ്. എന്ന് വെച്ച് ഞങ്ങൾ 2 അമുസ്ലിങ്ങളെ നിയമിച്ചു കൊള്ളാം എന്ന് എവിടെയെങ്കിലും കൊടുത്തോ? അത് പറഞ്ഞിട്ടില്ല. പക്ഷെ മുഖ്യമന്ത്രി പറയുന്നത് അങ്ങനെ പറഞ്ഞു എന്നാണ്. തെറ്റാണ്, അങ്ങനെ പറഞ്ഞിട്ടില്ല. 2 പേരെ നിയമിച്ചിട്ടില്ല. അല്ലാതെ ഇത് രൂപീകരിക്കാൻ കഴിയില്ല. ഇത് ഏറ്റവും നന്നായി മനസ്സിലായില്ലേ? 2 പേരെ കഴിഞ്ഞ തവണത്തെ LDF സർക്കാർ നിയമിച്ചിട്ടില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് സ്മൃതി പരുത്തിക്കാട് അടക്കമുള്ള നമ്മളെല്ലാം വിശ്വസിക്കുന്ന ഈ മാധ്യമപ്രവർത്തകർ ഇങ്ങനെ നുണ പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ നുണ പറയുന്നത്? VD സതീശന് വേണ്ടിയിട്ട്. ഒരു സംശയം വേണ്ടെന്നേ. കാരണം അല്ലെങ്കിൽ തന്നെ സ്മൃതി പരുത്തിക്കാടിനെ പറയുക സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് സ്മൃതീശൻ എന്നാണ്. എന്തുകൊണ്ടാണ്? സ്മൃതി പരുത്തിക്കാടിന് അത്രയേറെ സഹായം നമ്മുടെ VD സതീശന് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി അതിന്റെ ഭാഗമായിട്ട് വല്ല അവാർഡും കിട്ടുമോ എന്ന് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. ചിലപ്പോൾ നല്ല മാധ്യമ അവാർഡുകളൊക്കെ പതിച്ചു കൊടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്തോ ആവട്ടെ. പക്ഷെ ഇങ്ങനെയൊക്കെ പക്കാ നുണ
കഴിഞ്ഞ തവണത്തെ പിണറായി വിജയൻ സർക്കാർ രണ്ടുപേരെ നിയമിച്ചു കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന രീതിയിലൊന്നും അവതരിപ്പിക്കാൻ പറ്റില്ലല്ലോ. ശരിയല്ല. എന്തായാലും കേൾക്ക്. വഖഫ് ബോർഡിൽ നിയമനം എന്തിനാണ് വൈകിപ്പിക്കുന്നതെന്നാണ് ഹൈക്കോടതിയുടെ ചോദ്യം. ബോർഡ് രൂപീകരണത്തിൽ പിഴവുണ്ട്, പുനഃസംഘടിപ്പിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നതെന്ന കാര്യം സർക്കാർ അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയെ അറിയിച്ചു. അങ്ങനെയെങ്കിൽ ബോർഡ് രൂപീകരണത്തിൽ പിഴവുണ്ടോ എന്ന് സർക്കാർ അറിയിക്കണമെന്നാണ് സർക്കാരിനോട് നിർദ്ദേശം നൽകിയത് ഹൈക്കോടതി. ഇതിനകത്ത് വിശദമായ സത്യവാങ്മൂലം നൽകണം എന്നും സർക്കാരിന് നിർദ്ദേശം നൽകി. ഇക്കാര്യത്തിൽ പരിശോധിക്കുക, സത്യവാങ്മൂലത്തിലൂടെ പരിശോധിക്കുക. ഈ മതത്തിനുള്ളിലെ വിവിധ വിഭാഗങ്ങളുണ്ട്, അവരെ സംബന്ധിച്ച് സർക്കാർ പരിശോധിച്ചിട്ടുണ്ടോ, പഠനം നടത്തിയിട്ടുണ്ടോ എന്ന കാര്യമാണ്. ഇക്കാര്യത്തിൽ വിശദമായ സത്യവാങ്മൂലം എന്തെങ്കിലും ആവട്ടെ, പക്ഷേ എന്ത് വാർത്ത വായിക്കുമ്പോൾ ഒരു അല്പസ്വല്പൊക്കെ സത്യസന്ധത വേണ്ടേ? ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ ഒരു വ്യക്തി ചെയ്തു എന്ന രീതിയിലൊക്കെ അവതരിപ്പിക്കുന്നത് അത്ര ശരിയാണോ? ഇതിനൊക്കെ പറയുക ഗോദി മീഡിയ എന്നാണ്. ഗോദി മീഡിയ. ഈ ഗോദി മീഡിയ എന്നൊക്കെ കൃത്യമായിട്ട് എന്തുകൊണ്ട് ഇതിനെ പറയുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഭരിക്കുന്ന ഭരണകർത്താക്കൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നിരന്തരം പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ഭരിക്കുന്ന ഭരണകർത്താക്കൾ ആരാണോ അവർക്ക് വേണ്ടിയിട്ട് വാർത്തകൾ ഉണ്ടാക്കുക. അവരെ പറയുന്നൊരു പേരാണ് ഗോദി മീഡിയ എന്ന്. അങ്ങനത്തെ ഒരു ഗോദി മീഡിയ ആയിട്ട് നമ്മുടെ സ്മൃതി പരുത്തിക്കാട് മാറുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം. ലാപ്ഡോഗ് മീഡിയ എന്നുകൂടി അവരെ പറയാറുണ്ട്. ലാപ്ഡോഗ് മീഡിയ. അങ്ങനെ ലാപ്ഡോഗ് മീഡിയ ആയിട്ട് ഇവരൊക്കെ എന്തിനാണ് മാറുന്നത്? ഉള്ള കാര്യം ഉള്ള ഇതുപോലെ തന്നെ അവതരിപ്പിച്ചൂടെ? വെറുതെ ഞങ്ങൾക്കൊക്കെ എന്തിനാ പണി ഉണ്ടാക്കുന്നത്? ഞങ്ങൾ ഇതൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യം എന്താണെന്നൊക്കെ തപ്പിപ്പിടിച്ചിട്ട് ഇങ്ങനെ അവതരിപ്പിക്കേണ്ട ഗതികേട് ഉണ്ടാവില്ലേ? അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ, സത്യം ഇതാണ്. അതുകൊണ്ട് ഇത് ഷെയർ ചെയ്യപ്പെടണം. ബൈ.